റൂമേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു പവർ ഹൗസ് കൊളാബറേഷൻ സംഭവിക്കാൻ പോവാന്നുള്ളതൊക്കെ എക്സിലൊക്കെ വായിച്ചു. ഇന്നലൊക്കെ ലോകേഷിന്റെ പേര് വല്ലാണ്ട് ലോകേഷ്, അനിരുദ്ധ്, അല്ലു അർജുൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലത്ത് കണ്ടു. ആൻഡ് അപ്ഡേറ്റ് ഇൻകമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇൻസൈഡ് റിപ്പോർട്ടേഴ്സ് ഒക്കെ ആണ് വരുന്നത്. അപ്പം ആ ഒരു യൂണിവേഴ്സ് അവിടെ ഇങ്ങനെ സൈഡിൽ കൂടെ പോകുന്നു. ഇവിടെ ലോകേഷ് ആണെങ്കിൽ വേറെ പല 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 സിനിമകളും ചെയ്ത് കമ്മിറ്റ് ചെയ്ത് അങ്ങനെ പോകണം. ഒരു സിനിമയ്ക്ക് ഒരു വർഷം എന്തായാലും വേണമല്ലോ. ഹായ്, ഹലോ, കഥാങ്കാമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ അല്ലു അർജുൻ 23 സിനിമയുടെ പുതിയ സിനിമ വരുന്നുണ്ടെന്നുള്ള റൂമേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു പവർ ഹൗസ് കൊളാബറേഷൻ സംഭവിക്കാൻ പോവാന്നുള്ളതൊക്കെ എക്സിലൊക്കെ വായിച്ചു. ആൻഡ് ഓക്കെ, അത് റൂമേഴ്സ് ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലൊക്കെ ലോകേഷിന്റെ പേര് വല്ലാണ്ട് ലോകേഷ്, അനിരുദ്ധ്, അല്ലു അർജുൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലത്ത് കണ്ടു. ആൻഡ് അപ്ഡേറ്റ് ഇൻകമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇൻസൈഡ് റിപ്പോർട്ടേഴ്സ് ഒക്കെ ഷെയർ ചെയ്യണ കണ്ടു. അപ്പോഴും ഓക്കെ, എന്തോ വലുത് വരാനുണ്ട് എന്ന് വിചാരിച്ചു. ആൻഡ് അതേ സമയം ഞാൻ ആലോചിച്ചൊരു കാര്യമാണ്, ഇപ്പം ലോകേഷും അല്ലു അർജുനും വരികയാണെന്നുണ്ടെങ്കിൽ നൈസ് ആയിരിക്കും. ഒരു പക്ക ഒരു കൊമേഴ്ഷ്യൽ പരിപാടി വരണ്ടാവും എന്ന് വിചാരിച്ചു. അതേസമയം ഖൈദി 2, അതേപോലെ എൽ സി യുല് വരുന്ന ബാക്കി സിനിമകളുടെ ഒക്കെ അവസ്ഥ എന്താ എന്ന് കൂടെ ഞാൻ ആലോചിച്ചു. കാരണം കൂലി എന്ന് പറഞ്ഞ സിനിമ അതൊരു അനാവശ്യ സിനിമയായിരുന്നു. അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. എനിക്കത് ഭയങ്കര ഒരു വേസ്റ്റ് പടമായിട്ടാണ് തോന്നിയത്. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ലോകേഷിനെ പോലത്തെ ഒരു ഡയറക്ടർ, ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ, ആളുടെ ആൾക്ക് ഒരു പരിപാടി അവിടെ കിടക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ പോയിട്ട് കൂലി പോലത്തെ സിനിമയൊക്കെ ചെയ്ത് അത് ഫ്ലോപ്പ് പോയി ആകെതായപ്പോ ഒരു വിഷമം തോന്നി. ഓക്കെ, ഇത്രയും ഒരു സംഭവം കയ്യിലുള്ള ആള് ഇങ്ങനത്തെ സിനിമ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളത്. ആൻഡ് അത് മാത്രമല്ല, കൈദിയിലുള്ള ആ കുട്ടിയൊക്കെ വലുതായി. ഇനിയിപ്പോ കൈദിയുടെ ഒരു സെക്കൻഡ് പാർട്ട് പോസിബിൾ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. ആൻഡ് അതിന് പുറമെ നിവിൻ പോളിയൊക്കെ വില്ലൻ റോളിൽ വരുന്ന ബെൻസ് വരുന്നത് എൽ സി യു ലോകേഷ് യൂണിവേഴ്സിലാണ് വരുന്നത്. അപ്പം ആ ഒരു യൂണിവേഴ്സ് അവിടെ ഇങ്ങനെ സൈഡിൽ കൂടെ പോകും. ഇവിടെ ലോകേഷ് ആണെങ്കിൽ വേറെ പല 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 സിനിമകളും ചെയ്ത് കമ്മിറ്റ് ചെയ്ത് അങ്ങനെ പോകണം. ഒരു സിനിമയ്ക്ക് ഒരു വർഷം എന്തായാലും വേണമല്ലോ. ഒരു 1.5 വർഷം അങ്ങനെ പോയി. അപ്പോ വീണ്ടും അഗൈൻ എന്താവും എന്താവും എന്നുള്ള തോന്നല്. ആൻഡ് ഫൈനലി ദ അപ്ഡേറ്റ് ഇസ് ഹിയർ. അല്ലു അർജുൻ 23 ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് അനിരുദ്ധിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ വരുന്ന അല്ലു അർജുൻ സിനിമ. എനിക്ക് തോന്നുന്നത് അനിരുദ്ധിന്റെ സ്കോറിൽ അല്ലു അർജുൻ ഫസ്റ്റ് ടൈം ആണ് സ്ക്രീനിൽ വരാൻ പോണത് എന്നാണ് എന്റെ ഒരു മനസ്സിലാക്കല് ആണെന്ന് തോന്നുന്നു. അല്ലാന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. എനിവേസ് അവരൊരു ഇത് വിട്ടിട്ടുണ്ട്, എന്താ പറയുക, ഒരു ഗ്ലിംസ് പോലെ ഇറക്കിയിട്ടുണ്ട്. നോട്ട് ഗ്ലിംസ്, ഒരു അനൗൺസ്മെന്റ് വീഡിയോ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ. You ain't stopping me. Step aside, motherfucker. I said 23, going on a spree. You just set me free. VIP, walking easily, went so casually. Low key, locked in mentally, that's a guarantee. Talk to me, numbers never lie. Add it up, that's me. I said 23. I said 23. Strive for greatness. ഒരു പൊങ്കൽ സ്പെഷ്യൽ അനൗൺസ്മെന്റ് ആണ്. ആൻഡ് 2026 സ്റ്റാർട്ട്. അപ്പം ഈ ഒരു വർഷം തന്നെ ഉണ്ടാവും. അതുകൊണ്ട് അല്ലു അർജുൻ ഇപ്പൊ അറ്റ്ലി മൂവി ആയിട്ട് നിൽക്കുക തോന്നണു. എഗെയിൻ ഒരു കൺഫ്യൂഷൻ. എന്തായാലും ഇതൊരു കിടിലൻ പടമായിരിക്കും, അതെനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. സി, ലോകേഷിന്റെ അനൗൺസ്മെന്റ് വീഡിയോസിന് ഒരു പ്രത്യേക ഭംഗിയാണ്. അത് കാണുമ്പോൾ തന്നെ ഇത് പൊളിക്കും എന്നുള്ള ഫീൽ ഉണ്ട്. പക്ഷെ അതേപോലെ തന്നെയായിരുന്നു കൂലിയുടെ അനൗൺസ്മെന്റും കിടിലായിരുന്നു. എന്തായാലും ഇതിലൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റേത് ഒരു ഡ്രഗ് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിരം പാറ്റേണിൽ പോണ പരിപാടി ആയതുകൊണ്ട് ഇതിലെന്തോ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് മൊത്തത്തിലുള്ള ഒരു ടോണും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ. ഇത് കംപ്ലീറ്റ് അനിമേഷനിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. മറ്റേതും നിങ്ങളുടെ കൂലിയുടെ അനിമേഷൻ ആയിരുന്നില്ല. ഇവൻ വിജയുടേതും അനിമേഷൻ ആയിരുന്നില്ല, ലിയോയുടെ. ആൻഡ് പിന്നെ എന്താ വിക്രം അനിമേഷൻ ആയിരുന്നു. പക്ഷെ അത് റിയലിസ്റ്റിക് ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കംപ്ലീറ്റ് ഒരു അനിമേറ്റഡ് പരിപാടി. എനിക്ക് അല്ലു അർജുന്റെ മുടി ഇങ്ങനെ മുന്നിക്ക് ഇട്ടിട്ടുള്ള അതാണല്ലോ ഐക്കൺ സ്റ്റാർ ഇപ്പൊ കാണിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് അല്ലു അർജുന്റെ ലാസ്റ്റ് വന്ന പുഷ്പ 2 ഭയങ്കര വലിയ കളക്ഷൻ ഒക്കെ എടുത്ത സിനിമയാണ്. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത സിനിമ കൂടെയാണ് പുഷ്പ 2 എന്ന് പറയുന്നത്. പുഷ്പ 1 കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വലിയ ഫീൽ ഒന്നും ഉണ്ടായിരുന്നു. പക്ഷെ പുഷ്പ 2 കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, 1 എത്രയോ ബെറ്റർ ആണെന്നുള്ളത്. എനിക്കറിയില്ല, എനിക്കത് കണക്ട് ആയില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യും അഭിപ്രായങ്ങൾ. പക്ഷെ എനിക്കതൊരു ബിലോ ആവറേജ് ഫീൽ തന്നെയായിരുന്നു.
പുഷ്പ 2 എന്ന് പറയുന്നത്. ഇത്രയും ബഡ്ജറ്റിൽ ഇത്രയും ഒരു വെറുപ്പിക്കണ പടം എടുത്തു എന്നുള്ള ഫീൽ ആയിരുന്നു എനിക്ക്. ആൻഡ് ഇതിലേക്ക് വരുമ്പോൾ അത് കംപ്ലീറ്റ് മാറും എന്ന് വിചാരിക്കുന്നു. അല്ലു അർജുൻ ഇപ്പം തമിഴ് ഡയറക്ടേഴ്സിന് ചാൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അറ്റ്ലി ആയിട്ടൊന്ന് ചെയ്യണം. ആൻഡ് ദിസ് ടൈം ലോകേഷ് അഗെയിൻ ആൻഡ് അനിരുദ്ധിന്റെ അനിരുദ്ധ് ഒരു സാധനം ചെയ്യും. എന്തുകൊണ്ടാ അറിയില്ല, ഒരുപാട് പേര് കോപ്പിടും. ശരിയാ, എവിടെയെങ്കിലൊക്കെ കേട്ട പോലെ തോന്നുന്നുണ്ടാവായിരിക്കും. ഇതിനും ചിലപ്പോ ഒരുപാട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും വരും കോപ്പിടിച്ച് ഞാൻ ഇങ്ങനെ എന്നുള്ള. പക്ഷെ കേൾക്കാൻ ഒരു കിക്ക് ഉണ്ട്. ഞാൻ പറയട്ടെ, ഇൻസ്പയർഡ് ആയിക്കോട്ടെ കോപ്പിടിച്ചോട്ടെ, പക്ഷെ കേൾക്കാൻ ഒരു കിക്ക് വരുമ്പോ അതിനൊരു ഒരു ഫീലാ. ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കും. പ്രത്യേകിച്ച് ഒരു ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു ആ ഐക്കൺ സ്റ്റാർന്ന് കാണിക്കുന്ന സമയത്ത് ഒരു സാധനം വരുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് അനിരുദ്ധിന്റെ കയ്യിലൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു സിനിമ, പ്രത്യേകിച്ച് ലോകേഷിന്റെ സിനിമകള് ഒരു ലെവലിന്റെ മുകളിലേക്ക് പോകാൻ ഏറ്റവും കൂടുതൽ കാരണം അനിരുദ്ധിന്റെ സ്കോർ തന്നെയാണെന്നുള്ള. ഈവൻ കൂലിയിലേക്ക് വരുമ്പോഴും കൂലി ഓവറോൾ എടുത്ത് നോക്കുമ്പോൾ തനി മോശം സിനിമ എനിക്ക്. പക്ഷെ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് അതിന്റെ BGM വർക്ക്സ് ഒക്കെ കേൾക്കുന്ന സമയത്ത് തോന്നും, ഓ ഈ ഒരു ആ ഒരു സംഭവം കൊള്ളായിരുന്നു. ആ ഫ്ലാഷ് ബാക്ക് സീനൊക്കെ അതൊക്കെ ആക്ച്വലി അനിരുദ്ധാണ് എലിവേറ്റ് ചെയ്ത് വിട്ടത്. പുള്ളി എനിക്ക് ഇപ്പോഴും ആലോചിക്കേണ്ടത്. അത് എന്തായാലും ആവട്ടെ. എന്തായാലും ഈ സിനിമയിലേക്ക് വരുമ്പോ നല്ലൊരു സിനിമ ആവട്ടെ, ഒരു പക്ക പടാവട്ടെ. അല്ലു അർജുൻ, എനിക്ക് അല്ലു അർജുൻ ഇഷ്ടമാണ്. പക്ഷെ ആള് ചെയ്ത് ഞാൻ പറഞ്ഞ ആ സിനിമ ഒന്നും വലിയ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്തായാലും അല്ലു അർജുൻ ഈസ് അല്ലു അർജുൻ, അതൊരു വേറെ ഫീല് കാണാൻ. അപ്പൊ എന്തായാലും അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും വരുന്ന സമയത്ത് നമ്മളെ ചാനൽ കൂടെ ഷെയർ ചെയ്യും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.